സൈലം ലേണിംഗ് അനുജബീസ് ആണ്. അപ്പൊ എല്ലാ മക്കളും ഇതാണ് എക്സാമിന് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇന്റഗ്രേഷൻ 1, 2, 3 എന്നൊക്കെ പറയുന്നുള്ള എക്സാമുകളൊക്കെ മക്കൾ ഇപ്പൊ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് നിങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ മക്കളെ എല്ലാവരും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യം എന്താണ്? വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ഏതൊക്കെ? വീടിന്റെ ചിത്രവുമായി വരച്ച് യോജിപ്പിക്കൂ. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്താണ്, ഒരു വീടുണ്ട്. ആ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുറച്ച് തൊഴിലുകളും ഉണ്ട്. ആ തൊഴിലുകൾ ഏതൊക്കെയാണ് എന്ന് എന്റെ മക്കൾക്ക് അറിയാവോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് മിസ് പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കാണുന്നത്? ഏറ്റവും നടക്കിതാ ഒരു വീട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ വീടിന് ചുറ്റും നിങ്ങൾക്ക് പലതരത്തിലുള്ള തൊഴിലുകളും എഴുതിയിട്ടുണ്ട്. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ് എന്ന് എന്റെ മക്കൾ ഐഡന്റിഫൈ ചെയ്തിട്ട് വീടിനോട് ചേർത്ത് വരയ്ക്കണം. അപ്പൊ ഒന്നാമത് നമുക്ക് എന്ത് നോക്കാം? അധ്യാപനം. അധ്യാപനം എന്ന് പറയുന്നത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലിയാണോ? അല്ല. ഇനി അടുത്തതാണ് വാർപ്പുപണി. വാർപ്പുപണി എന്ന് പറയുന്നത് നമ്മുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലാണ്. അതുകൊണ്ട് മിസ് ചെയ്താണ്ടേ അതിനോട് നേരെ വരച്ചിട്ടുണ്ട് അല്ലെ. ഇനി പോലീസ്. പോലീസ് എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തൊഴിലല്ല. പക്ഷേ തയ്യലോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റൂലേ, വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു തൊഴിലൊന്നുമല്ല. പക്ഷെ പെയിന്റിങ് എന്താണ്? വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലാണ്. ഇനി അടുത്തത് വയറിംഗ് ആണ്. വയറിംഗ് എന്ന് പറയുന്നതും എന്താണ്? വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിൽ തന്നെയാണ്. ഇനി എഞ്ചിനീയറിംഗ് നമുക്ക് പറയാൻ പറ്റും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലാണ് എന്ന്. അപ്പൊ ഇതുപോലെ വിവിധ തരത്തിലുള്ള തൊഴിലുകൾ തന്നിട്ട് നിങ്ങളോട് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടത് ഏതാണ് എന്ന് ചോദിച്ചാൽ എന്റെ മക്കൾ ഇനി ഉത്തരം എഴുതത്തില്ലേ? അതുപോലെ തന്നെ വീടുകളിലുള്ള റൂമുകളെ പറ്റിയും അതിന്റെ ഉപയോഗങ്ങളെ പറ്റിയും ഒക്കെ മക്കൾ എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഇതാണ്. നന്ദുവും അഭിനന്ദും കടയിൽ പോയി 24 രൂപയ്ക്ക് ഉഴുന്നുവടയും 72 രൂപയ്ക്ക് പരിപ്പ് വടയും വാങ്ങി. അപ്പൊ രണ്ട് കൂട്ടുകാരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. രണ്ട് കൂട്ടുകാരും എന്താ ചെയ്യുന്നത്? ഒരു കടയിലേക്ക് പോയി. എന്നിട്ട് അവർ എന്തൊക്കെ സാധനങ്ങളെ മേടിച്ചേ? 24 രൂപയ്ക്ക് ഉഴുന്നുവടയും അതുപോലെ തന്നെ 72 രൂപയ്ക്ക് പരിപ്പ് വടയും വാങ്ങി. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ ഈ ഉഴുന്നുവട, പരിപ്പ് വട എന്നൊക്കെ പറയുന്നത്. ആകെ എത്ര രൂപ കടക്കാരന് കൊടുക്കണം? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ അവര് വാങ്ങിയ സാധനങ്ങൾ എത്ര രൂപയ്ക്കാണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. ഉഴുന്നുവടയുടെ വില എത്രയാണ്? 24 രൂപയാണ്. അതുപോലെ പരിപ്പ് വടയുടെ വില എത്രയാണ് മക്കളെ? 72 രൂപയാണ്. അപ്പൊ ആകെ വില നമ്മൾ എങ്ങനെ കാണുന്നത്? രണ്ടും കൂടി കൂട്ടിയാൽ മതി അല്ലെ, രണ്ടും കൂടി സം ചെയ്താൽ മതി. അപ്പൊ സം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? 4 + 2 എത്രയാണ്? 6 ആണ്. അതിനുശേഷം എന്താണ്? 2 + 7 എത്രയാണ്? 9 ആണ്. അപ്പൊ ആൻസർ എത്ര കിട്ടി? ആകെ വില എന്ന് പറഞ്ഞാൽ 96 രൂപയാണ്. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കുട്ടി മാക്സും എന്താണ് നമുക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരും. അപ്പൊ ഇതും എന്റെ മക്കൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം കേട്ടോ. അപ്പം കുറച്ച് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ സൈലത്തിലെ പല ടീച്ചേഴ്സും നിങ്ങൾക്ക് നമ്മുടെ സൈലം ക്ലാസ് 1 സൈലം ക്ലാസ് 2 നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. അപ്പൊ എക്സാം അടിപൊളിയായിട്ട് ഇരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതുപോലെ കുട്ടി ക്ലാസ്സസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.